ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്യാൻസർ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ഇറ്റ് ഇസ് സർവൈക്കൽ ക്യാൻസർ. ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്യാൻസർ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ഇറ്റ് ഇസ് സർവൈക്കൽ ക്യാൻസർ. സർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ വായയുടെ അവിടെ വരുന്ന ക്യാൻസറാണ്. ഈ പെർട്ടിക്കുലർ ക്യാൻസറിന് നമ്മൾക്ക് ഇത് വരാണ്ട് നോക്കാം. കൊച്ചു പെൺപിള്ളേർക്ക് 9 വയസ്സ് കഴിഞ്ഞാൽ 9 തൊട്ട് 26 വയസ്സ് വരെയും ഞങ്ങൾ പറയും. അങ്ങനെ അതിന് ഇഞ്ചക്ഷൻ ഉണ്ട്, പക്ഷെ ആരും കൊടുക്കാറില്ല. ഗർഭാശയങ്ങളെ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വൈറസ് ആണ്. കല്യാണമൊക്കെ കഴിക്കണേക്കാളും മുമ്പ് എടുക്കേണ്ട ഒരു ഇഞ്ചക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വലിയ കാര്യമില്ല. ലൈംഗിക ബന്ധം നേരത്തെ തുടങ്ങുന്ന സ്ത്രീകൾ, കുറെ കുട്ടികളുള്ള സ്ത്രീകൾ, അത് പുകവലിക്കുന്നത്, അല്ല ആരോഗ്യം കുറവുള്ള സ്ത്രീകൾ, അതായത് പ്രതിരോധ ശേഷി കുറവുള്ള സ്ത്രീകൾ, HIV ബാധിച്ചവർ, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ, ഒന്നിലധികം ആൾക്കാരുമായി സമ്പർക്കം പുലർത്തുന്നവർ, ഇവർക്കൊക്കെയാണ് ക്യാൻസർ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത. ഗർഭാശയമുഖ ക്യാൻസറിന്റെ പരിശോധന, പാപ്സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റിന്റെ പേര്. ഈ ക്യാൻസർ ആവാൻ വേണ്ടി 10-15 കൊല്ലം എടുക്കും ക്യാൻസർ ആവാനായിട്ട്. അപ്പൊ ഈ 15 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഈ പ്രീ ക്യാൻസർ സ്റ്റേജ് എന്ന് പറയും. ക്യാൻസർ ആവണേന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട് ക്യാൻസറിന്. ആ പ്രീ ക്യാൻസർ സ്റ്റേജിൽ വരെ നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. വാക്സിനേഷൻ ഇതൊക്കെ ആവുന്നതിന് മുമ്പേ ആണ് എടുക്കേണ്ടത്. 3 ഡോസെങ്കിലും എടുക്കേണ്ടതാണ്.